DreamBakes Delights-ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി പേർക്കുള്ള സംശയങ്ങളാണ് എഡിബിൾ പ്രിന്റ് കേക്കുകളിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത്. ഈ എഡിബിൾ പ്രിന്റ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വർക്ക് ഒത്തിരി ഈസി ആകുകയും ചെയ്യും. അതുപോലെ നമ്മുടെ കേക്കിന് നല്ല ഒരു റിയലിസ്റ്റിക് ലുക്ക് കിട്ടുകയും ചെയ്യും. മൊബൈൽ, TV, അല്ലെങ്കിൽ ടാഗ് അങ്ങനെയൊക്കെയുള്ള കേക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്രിന്റ് യൂസ് ചെയ്യുവാണെങ്കിൽ ഒത്തിരി എളുപ്പമാണ്. ഈ എഡിബിൾ പ്രിന്റ് സാധാരണ പ്രിന്ററിൽ എടുക്കാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിന് പ്രത്യേക പ്രിന്റർ വേണം. അതുപോലെ തന്നെ അതിന്റെ ഇങ്കും എഡിബിൾ ഇങ്ക് ആയിരിക്കണം, അല്ലേ? ഒരു ഹോം ബേക്കറിനൊന്നും അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കുറച്ച് എക്സ്പെൻസീവ് ആണ് ഈ പ്രിന്റർ തന്നെ. ചില ബേക്കറികൾ എഡിബിൾ പ്രിന്റ് എടുത്തു കൊടുക്കും. ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ ബേക്കറികളെക്കാട്ടിലും കൂടുതലായിട്ട് കേക്ക് ഡെക്കറേഷൻ ഐറ്റംസ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് പ്രിന്റ് എടുത്തു തരുന്നത്. ഇത് ഞാൻ കേക്കിന് വേണ്ടിയിട്ട് എടുത്ത ഒരു പ്രിന്റാണ്. ഇത് നിറയെ ഫ്ലാഗുകളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഇതൊരു ഫ്ലാഗ് തന്നെ ഫോണ്ടന്റിന് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്ര സമയം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പം ഇത് പ്രിന്റ് ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കേക്കിൽ ഡയറക്റ്റ് അപ്ലൈ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് സാധാരണ എഡിബിൾ പ്രിന്റ് 2 തരം ഷീറ്റുകളിലാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഷുഗർ ഷീറ്റാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടെ റേറ്റ് കുറഞ്ഞ ഒരു സംഭവമാണ് ഇത്, വേഫർ ഷീറ്റ്. എനിക്ക് വേഫർ ഷീറ്റിനെക്കാട്ടിലും ഇഷ്ടം ഷുഗർ ഷീറ്റാണ്. കാരണം കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റി ഒക്കെ കിട്ടുന്നത്. ഇപ്പം ഇത് കണ്ടാൽ തന്നെ അറിയാം, കുറച്ചുകൂടെ കളറൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നത് ഈ ഷുഗർ ഷീറ്റിലാണ്, വേഫർ ഷീറ്റിനെക്കാട്ടിലും. അതുപോലെ വേഫർ ഷീറ്റ് കുറച്ച് അത്ര എക്സ്പെൻസീവ് അല്ല, കുറച്ചുകൂടെ റേറ്റ് കുറച്ച് നമുക്കിത് കിട്ടും. ഇപ്പം എന്ത് തന്നെ ആയാലും നമുക്ക് വേണ്ട പ്രിന്റ് എടുക്കാം. അപ്പം അതുപോലെ ഈ പ്രിന്റിന് ചാർജ് ചെയ്യുന്നത് സാധാരണ ഇവിടങ്ങളിലൊക്കെ ചാർജ് ചെയ്യുന്നത് ഒരു ഷീറ്റിന് ഇത്ര ദിർഹംസ് എന്ന് വെച്ചാണ്. ഇതിൻ്റെ റേറ്റ് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അതിന് ചാർജ് ചെയ്യുന്നത്. 35 ദിർഹംസ് തൊട്ട് 40, 45, 50 വരെ വാങ്ങിക്കുന്നവരുണ്ട്. സാധാരണ എല്ലാവരുടെയും കയ്യിലുള്ളതല്ലല്ലോ ഈ പ്രിന്റിങ് മെഷീനൊക്കെ. അപ്പം അതുകൊണ്ട് അവരുടെ ഇഷ്ടമനുസരിച്ച് അവർ ചാർജ് ചെയ്യും. അപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഒരു പേപ്പറിനാണ് ചാർജ്. അപ്പം ഞാനിപ്പം എനിക്ക് ഒറ്റ ഒരു പിക്ചർ മാത്രം മതിയെങ്കിൽ ഞാൻ ഈ ഒരു ഫുൾ പേപ്പറിൻ്റെ 40 ദിർഹംസ് എങ്കിൽ 40 ദിർഹംസ് ഫുള്ള് കൊടുക്കേണ്ടി വരും. എഡിബിൾ പ്രിന്റ് എടുക്കാൻ വേണ്ടി സാധാരണ നമുക്ക് വേണ്ട ഇമേജ് അവർക്ക് മെയിൽ ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പം മെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ കേക്ക് ആയിരിക്കും, അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസ് നമുക്ക് അറിയാമല്ലോ. ചിലപ്പോൾ നമ്മൾ പ്രിന്റ് എടുത്ത് വരുമ്പം ഒന്നെങ്കിൽ ഓവർ സൈസ് ആയി പോകും, അല്ലെങ്കിൽ സൈസ് കുറഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് എത്ര സൈസ് വേണം, എത്ര ഇഞ്ച് ആയിരിക്കണം അതിൻ്റെ ഹൈറ്റ്, എത്ര വിഡ്ത്ത് വേണം, ഇതെല്ലാം നമ്മളൊരു കണക്കാക്കിയിട്ട് വേണം നമ്മൾ പ്രിന്റ് എടുക്കാനായിട്ട്. അപ്പം അതുപോലെ ഇപ്പം ഞാൻ ചെയ്യുന്നത്, എനിക്കിപ്പോൾ ഒരു പ്രിന്റ് മതി എന്നുണ്ടെങ്കിലും ഞാനൊരു 2-3 പ്രിന്റ്, അല്ലെങ്കിൽ ഈ A4 സൈസ് പേപ്പറിൽ എത്ര മാക്സിമം പിക്ചേഴ്സ് എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ അതുപോലെ ഞാനതിനെ ചേർത്ത് വെക്കും. എഡിറ്റ് ചെയ്ത് കുറച്ച് നമ്മൾ സമയം, അതിൻ്റെ സ്പേസ്, അതിൻ്റെ സൈസൊക്കെ നമ്മൾ കുറച്ചൊന്ന് സമയമെടുത്ത് അറേഞ്ച് ചെയ്യണം. എന്തായാലും നമുക്ക് വേണ്ട രീതിയിലുള്ള പിക്ചർ വേണ്ട രീതിയിൽ സൈസിലും നമ്മൾ എഡിറ്റ് ചെയ്ത് അതങ്ങ് മെയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഡയറക്റ്റ് നമുക്കതങ്ങ് പ്രിന്റ് എടുത്ത് തരും. ചിലരൊക്കെ എഡിറ്റ് ചെയ്യാനും കൂടെ എക്സ്ട്രാ ചാർജ് മേടിക്കാറുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നവർ എഡിറ്റ് ചെയ്ത് അതിൻ്റെ സൈസൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം മെയിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് പ്രിന്റ് കൈ കിട്ടി. ഇനി നമ്മൾ ഈ പ്രിന്റിനെ എങ്ങനെയാണ് നമ്മൾ കേക്കിലേക്ക് ഡയറക്റ്റ് വെക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ വേഫർ ഷീറ്റ് ആണെങ്കിലും ഷുഗർ ഷീറ്റ് ആണെങ്കിലും ഡയറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കേക്കിൽ വെക്കില്ല. നമ്മൾ ആദ്യം ഇതിനെ ഒരു ഫോണ്ടന്റ് പീസിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം. വേഫർ ഷീറ്റ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സാധാരണ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയൊരു ഔട്ട്ലൈൻ വിട്ടിട്ടായിരിക്കും ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേണ്ട പിക്ചർ കട്ട് ചെയ്തെടുക്കുക. ഇനി ഷുഗർ ഷീറ്റ് ആണെങ്കിൽ ഈ ഒരു ഫ്ലാഗിൻ്റെ ഒരു കപ്പ് കേക്ക് ടോപ്പറാണിത്. അപ്പോൾ അതിന് വേണ്ടി ഞാനത് കട്ട് ചെയ്തെടുക്കുന്നു. ഈ ഷുഗർ ഷീറ്റിന് പുറകിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, ഒരു സ്റ്റിക്കർ പോലെയാണിത്. അപ്പോൾ നമ്മളിതിനെ പതുക്കെ സൂക്ഷിച്ച് ഇവിടുന്ന് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് ഫോണ്ടന്റ് റോൾ ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. നമ്മളിത് ഫോണ്ടന്റിൽ സ്റ്റിക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഇവിടുന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഞാനിങ്ങനെ ഇവിടെ വെക്കുക. എന്നിട്ട് ഒരു നൈഫ് എടുത്തിട്ട് നല്ല സൂക്ഷിച്ച് പതുക്കെ ഇവിടുന്ന് ഇതിനെ
ഇത് കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ സൈഡിൽ കൂടി പതുക്കെ ഇങ്ങനെ ഈ നൈഫ് പാസ് ചെയ്ത് വിട്ട് കഴിയുമ്പോൾ നമുക്ക് ഷുഗർ ഷീറ്റ് കിട്ടി. ഈ ഷുഗർ ഷീറ്റ് ഒത്തിരി ഡെലിക്കേറ്റാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ പ്രിൻ്റ് നമുക്ക് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ഫോണ്ടൻറ്റിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ഡയറക്റ്റ് ഫോണ്ടൻറ്റിൽ ഇങ്ങനെ സ്റ്റിക്ക് ആവത്തില്ല. വെള്ളം ഒന്ന് ബ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ ചെറുതായിട്ട് ക്രിസ്കോ ഒന്ന് ബ്രഷ് ചെയ്യണം. ഞാൻ കുറച്ച് വെള്ളം തൂക്കുകയാണ്. ഒത്തിരി വെള്ളം തൂക്കരുത്. ഒത്തിരി വെള്ളം തൂത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ നനവ് കാരണം ഇത് അങ്ങ് അലുത്ത് പോകും. ഇത് ഷുഗർ ഷീറ്റാണല്ലോ. അപ്പോൾ ഇതുപോലെ വെച്ചു. ഇനി അതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളുടെ എഡിബിൾ പ്രിൻ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളുടെ ക്രീം കേക്ക് ആണെങ്കിലും ഫോണ്ടൻ കേക്ക് ആണെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ കേക്കിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫോണ്ടൻ കേക്ക് ആണെങ്കിലും നമ്മളുടെ ഈ പ്രിൻ്റ് ഒരു ഫോണ്ടൻറ്റിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അതിന് ശേഷം ഫോണ്ടൻ കേക്കിൽ സ്റ്റിക്ക് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇത് ഞാൻ പറഞ്ഞു, ഇത് വേഫർ ഷീറ്റാണ്. വേഫർ ഷീറ്റിൻ്റെ മുകളിൽ വേറെ പ്ലാസ്റ്റിക് ഒന്നുമില്ല. ഇത് ഫുൾ എഡിബിളാണ്. വേഫറാണ് ഇത്, വേഫർ. അപ്പം ഇതിനെ ഇതുപോലെ ഡയറക്റ്റ് ഫോണ്ടൻറ്റിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെയും നമ്മൾ ഒത്തിരി വെള്ളം എടുക്കരുത്, ചെറുതായിട്ടൊരു നനവ് മാത്രമേ കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്കോ യൂസ് ചെയ്യാം. പിന്നെ ഈ ഷുഗർ ഷീറ്റിനെ അപേക്ഷിച്ച് വേഫർ ഷീറ്റ് സ്റ്റിക്ക് ആവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനിയും എക്സ്ട്രാ ഫോണ്ടൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെയുള്ള പിക്ചറൊക്കെ കട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ സമയമെടുത്ത് പതുക്കെ ചെറിയ നൈഫ് കൊണ്ട് നമുക്ക് ഈ എക്സ്ട്രാ ഫോണ്ടൻറ്റ് റിമൂവ് ചെയ്ത് കളയാം. അപ്പം നമ്മുടെ ഫ്ലാഗുകളൊക്കെ എഡിബിൾ പ്രിന്റ് നല്ല ഫോണ്ടൻറ്റിൽ സ്റ്റിക്ക് ചെയ്ത് കേക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ഈ പറഞ്ഞ പോലെ ക്രീം കേക്കിൻ്റെ മുകളിലാണെങ്കിലും ഫോണ്ടൻറ്റ് കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്കിത് ഇതുപോലെ തന്നെ പ്ലേസ് ചെയ്യാവുന്നതാണ്. A4 സൈസിൽ ഒരൊറ്റ കുഞ്ഞ് പ്രിൻ്റേ ഉള്ളതെങ്കിലും അത് ഫുള്ള് പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ഒരേ ചാർജാണ് കൊടുക്കേണ്ടത്. അപ്പം സാധാരണ ഞാൻ ചെയ്യുന്നത്, എനിക്കിപ്പോൾ ഒരൊറ്റ പിക്ചർ മതിയെങ്കിൽ ഞാൻ സാധാരണ നമ്മൾ എഡിബിൾ പ്രിന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. ഫ്രോസൺ തീം, അല്ലെങ്കിൽ മിക്കി മൗസ്, മിന്നി മൗസ്, അങ്ങനെ കുറച്ച് കപ്പ് കേക്ക് ടോപ്പേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രിന്റുകളും കൂടെ ചേർത്ത് ആ ഒരു A4 സൈസ് പേപ്പർ നിറയെ പ്രിന്റ് ആക്കി എടുക്കും. നമ്മൾ കേക്കിന് വേണ്ടത് മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ ഇതുപോലെ തന്നെ റെഡിയാക്കി ഇതുപോലെ ഫോണ്ടൻ പീസിൽ സ്റ്റിക്ക് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ അടുത്ത വേറൊരു കേക്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ എക്സ്ട്രാ സ്പേസിൽ വേണമെങ്കിൽ വെറുതെ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാം. അതുപോലെ മിക്കവാറും ഓർഡർ വരുന്ന കേക്കുകളാണ് ഈ ഫോർട്ട്നൈറ്റിൻ്റെ ഒക്കെ കേക്കുകൾ. അപ്പോൾ അതിനൊക്കെ ടോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അവർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബാക്കിയുള്ള സ്പേസും കൂടി നമ്മളൊന്ന് പ്രിൻ്റ് എടുത്ത് വെച്ചാൽ അത്രയും സ്പേസ് നമുക്ക് നഷ്ടമാകാതെ നമുക്ക് ആവശ്യമുള്ള പ്രിൻ്റൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കാം. ഇപ്പോൾ ഈ പ്രിൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്ന സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് എക്സ്ട്രാ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ഇത് ഇതുപോലെ തന്നെ സൂക്ഷിക്കാതെ നല്ലത് ഇതുപോലെ ഫോണ്ടൻറ്റിൽ സ്റ്റിക്ക് ചെയ്ത് സൂക്ഷിക്കുന്നതാണ്. കാരണം കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ ഇവിടുന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഇത് ഞാൻ പറഞ്ഞത് ഷുഗറാണ്. അപ്പോൾ ഇതിങ്ങനെ വിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ പ്രിൻ്റ് എടുത്താൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രിൻറ്റിന് പേപ്പറിൽ നിന്നും ആ ഷുഗറും അവിടെ നിന്ന് എടുത്ത് നമ്മൾ ഫോണ്ടൻറ്റിൽ സ്റ്റിക്ക് ചെയ്ത് സൂക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചാൽ മിക്കവാറും ഇത് പൊട്ടിപ്പോകും. അപ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ പ്രിൻ്റ് എടുത്താൽ എത്രയും പെട്ടെന്ന് ഉള്ള ഇമേജ് എല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ ഫോണ്ടൻറ്റിൽ സ്റ്റിക്ക് ചെയ്ത് സൂക്ഷിക്കുക. ഇനി ഈ ഇമേജ് ഒക്കെ നമുക്ക് സ്റ്റാൻഡിങ് ആയിട്ടാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഇതുപോലെ ഫോണ്ടൻറ്റിൽ സ്റ്റിക്ക് ചെയ്തല്ലോ. ഇനി അതിന് നമുക്ക് ഇതുപോലെ പരന്ന സ്റ്റിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ പരന്ന സ്റ്റിക്കാണ് കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് ഇതുപോലെ ഫോണ്ടൻറ്റ് കട്ട് ചെയ്ത് ഈ സ്റ്റിക്കും യൂസ് ചെയ്ത് നമുക്കിതിനെ ഇതുപോലെ ഒരു സ്റ്റാൻഡിങ് ടോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എഡിബിൾ പ്രിന്റ് എങ്ങനെയാണ് കേക്കിൽ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഞാൻ പറയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എഡിബിൾ പ്രിന്റ് യൂസ് ചെയ്യുന്ന കേക്കിന് എന്തായാലും അതിന്റെ റേറ്റും കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ അധ്വാനം കുറച്ചു കൊണ്ടുവന്ന് നല്ല ഫിനിഷിംഗ് ഉള്ള കേക്കുകൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ സെയിം ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയ കേക്ക് റെസിപ്പികളുമായിട്ടും കേക്ക് ഡെക്കറേഷൻ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.